Welcome to AAA Profit Analytics Weekly Market View dated 10th November. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 12th മുതൽ 16th നവംബർ വരെയുള്ള വീക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് ദീപാവലി പ്രമാണിച്ചുള്ള ഒരു ഹോളിഡേ മോഡിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. മുഹൂർത്ത് ട്രേഡിംഗ് ഇടയിൽ തേഴ്സ്ഡേയിൽ മാർക്കറ്റ് 68 പോയിൻറ്റ്സ് ഉയർന്ന വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് അന്ന് മുഹൂർത്ത് ട്രേഡിങ്ങിൽ നമ്മൾ കണ്ടത്. നോർമലി ഈ ദീപാവലിയുടെ ആഴ്ചയിൽ മാർക്കറ്റിലെ ബിഗ് പ്ലെയേഴ്സ് എല്ലാവരും ഒരു വെക്കേഷൻ എല്ലാം പോകുന്നതുകൊണ്ട് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഒരു വോള്യൂം കാണാറില്ല. അതുകൊണ്ടായിരിക്കണം മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 50 പോയിൻറ്റ്സിൻ്റെ എല്ലാം റേഞ്ചിലുള്ള മാർക്കറ്റിൻ്റെ ഒരു ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ആണ് നമ്മൾ കണ്ടത്. എന്തായാലും മാർക്കറ്റ് നമുക്കറിയാം ഒരു ഓൾമോസ്റ്റ് ഒരു 5%-ലധികം ഒരു റീബൗണ്ട് കഴിഞ്ഞ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കൺസോളിഡേഷൻ മൂഡൂടെ മാർക്കറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പേഷൻ്റെ കുറവുകൊണ്ടായിരിക്കണം മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ പോസിറ്റീവായി തന്നെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ വളരെ ചെറിയൊരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിന് കഴിഞ്ഞ ആ ഒരു 10,800 10,500 എന്നുള്ള ഒരു ട്രേഡിംഗ് റേഞ്ചിന് താഴേക്ക് മാർക്കറ്റ് പോകാനായിട്ടുണ്ടായ കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ക്രൂഡ് ഓയിലുണ്ടായ പ്രൈസിലുണ്ടായ ഒരു സ്പൈക്കാണ് ഒക്ടോബർ മാസത്തിലല്ലേ. അപ്പോൾ പക്ഷേ ആ ഒരു പ്രധാനപ്പെട്ട റീസൺ, അതുപോലെ തന്നെ ആ ഒരു ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ സ്പൈക്ക് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മുടെ റുപ്പി അത്രയധികം വീക്ക് ആവുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് ബ്രെൻഡ് ക്രൂഡ് $70 പെർ ബാരൽ എന്ന ഒരു ലെവലിന് താഴേക്ക് പോകുന്നത് കണ്ടു. നമ്മളിത് കഴിഞ്ഞ ഒരു 18% ഒരു കറക്ഷനാണ് നമ്മൾ ഒക്ടോബർ മാസത്തിന് 4 ഇയർ ഹൈ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു 18% ഉള്ള ഒരു കറക്ഷനാണ് നമ്മൾ ബ്രെൻഡ് ക്രൂഡ് ഓയിലിൽ കണ്ടത്. അത് US സാങ്ഷൻ, ഇറാൻ അഗൻസ്റ്റുള്ള US സാങ്ഷൻ കഴിഞ്ഞ ആഴ്ചയിൽ നിലവിൽ വന്നെങ്കിലും റഷ്യയും US അതുപോലെ സൗദി അറേബ്യയും എല്ലാം ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ക്രൂഡിൻ്റെ ആ ഒരു പ്രൈസിൻ്റെ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയും ആക്ച്വലി ഇപ്പോൾ ക്രൂഡിൻ്റെ ഒരു ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബെയറിഷ് മൂഡിലേക്ക് ക്രൂഡ് ഓയിൽ വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതേസമയം തന്നെ നമുക്കിപ്പോൾ ഈ ബ്രെൻഡ് ക്രൂഡിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു പക്ഷേ കൃത്യമായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രൂഡ് ഓയിൽ ആക്ച്വലി ഇന്ത്യയിൽ MCXൽ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. MCX എന്ന എക്സ്ചേഞ്ചിലാണ്, കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലാണ് ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ. നമുക്ക് ഈ MCXലെ ക്രൂഡ് ഓയിലിൻ്റെ നവംബർ മന്ത് കോൺട്രാക്റ്റിൻ്റെ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് MCXൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് വന്നിട്ടുള്ള കറക്ഷൻ്റെ ഡീപ്പായിട്ട് വന്നിട്ടുള്ള ഒരു കറക്ഷൻ്റെ ഒരു ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നോക്കൂ, ഈ ക്രൂഡ് ഓയിലിൻ്റെ കോൺട്രാക്റ്റ് നവംബർ മന്ത് കോൺട്രാക്റ്റ് 3rd ഒക്ടോബറിന് ട്രേഡ് ചെയ്തിരുന്നത് 5,669 കഴിഞ്ഞ ഫ്രൈഡേയിൽ നമുക്ക് 9th നവംബറിന് ഈ ക്രൂഡ് ഓയിൽ സെറ്റ് ചെയ്തത് ഒരു ലോ 4,297 ഒരു ലോ ആണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 22% കറക്ഷനാണ് ഈ നവംബർ മന്ത് കോൺട്രാക്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ പ്രൈസിൽ വന്നിട്ടുള്ളത്. അതായത് ഞാൻ ഈ ചാർട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ആക്ച്വലി ആ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഡിപ്പ് ക്രൂഡ് ഓയിൽ വന്നിട്ടുള്ളതിൻ്റെ ഒരു 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 കൃത്യമായൊരു പിക്ചർ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നോർമലി നമ്മുടെ മാർക്കറ്റിൻ്റെ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇങ്ങനെയുള്ള ഫോളിന് നമ്മുടെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് നമ്മുടെ മാർക്കറ്റിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ മാർക്കറ്റ് അത് റീബൗണ്ട് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ടായിരുന്നു അല്ലേ. നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിരുന്നതാണ് മാർക്കറ്റിൽ ഒരു റീബൗണ്ട് 10,600 ലെവലിലേക്കുള്ള റീബൗണ്ടിനെ കുറിച്ച്
നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നതാണ്. നമ്മളതിൽ ആ നോളേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നിഫ്റ്റിയിലെല്ലാം നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് നേടാനും സാധിക്കുകയുണ്ടായിരുന്നു. നമ്മുടെ നിഫ്റ്റി പൊസിഷണൽ റെക്കമെൻഡേഷനിലെല്ലാം നല്ല പ്രോഫിറ്റ് നമുക്ക് നേടാനും സാധിച്ചു. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഇങ്ങനെയുള്ള കറക്ഷൻ സമയത്ത് ലോവർ ലെവൽസിൽ നമുക്കൊരു ഡിമാൻഡ് സോൺസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും 10,100 ലെവൽ ഒരു ഡിമാൻഡ് സോൺ ആണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ കുറച്ച് വീക്സ് ആയിട്ട് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ട് ആ കറക്ഷൻ അവിടേക്ക് എത്തുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൃത്യമായ ഡിമാൻഡ് സോൺ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നിന്നും നമ്മൾ ലോങ് പൊസിഷൻസ് എൻ്റർ ചെയ്ത് അതിനുണ്ടായിരുന്ന ആ ഒരു ഡിമാൻഡ് സോണിലേക്ക് എത്തിയപ്പോഴേക്കും ക്രൂഡ് ഓയിൽ എല്ലാം പീക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് തിരിച്ച് റീബൗണ്ട് ചെയ്യാനുള്ള ഒരു റീസൺ ആവുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു സയൻറ്റിഫിക് അനാലിസിസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്കറ്റിൻ്റെ റിവേഴ്സൽ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതൊരു ആ ഒരു പോയിന്റ്സിൽ ആ ഒരു നോളേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിഫ്റ്റിയിലെല്ലാം പൊസിഷണലായിട്ടുള്ള നമുക്ക് പൊസിഷൻ എടുത്തുകൊണ്ട് പ്രോഫിറ്റ് നേടാൻ സാധിക്കും. ഞാനതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പൊസിഷനിൽ ഞാൻ കൃത്യമായിട്ട് അത് കഴിഞ്ഞ മാസത്തിൽ നിഫ്റ്റിയിൽ ലോങ് പൊസിഷൻസ് എടുത്തുകൊണ്ട് എങ്ങനെയാണ് പ്രോഫിറ്റ് നേടിയെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡാറ്റ ഞാൻ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വന്നിട്ടുള്ള ഈ ഡിപ്പും അതുപോലെ തന്നെ നമ്മുടെ കറൻസിയിൽ വന്നിട്ടുള്ള ഇപ്പോൾ കറൻസി സ്ട്രെങ്ത്തായി വരുന്നതും അതുപോലെ രണ്ട് കാര്യങ്ങളും നമുക്ക് മാർക്കറ്റിന് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇനി അടുത്ത ആഴ്ചയിൽ CPI ഇൻഫ്ലേഷൻ ഡാറ്റ മൺഡേ ആണ് വരുന്നത്. മാർക്കറ്റ് അവേഴ്സിന് ശേഷമായിരിക്കും ഡാറ്റ വരുന്നത്. അതായിരിക്കും മാർക്കറ്റിന് ഇനി പ്രധാനമായിട്ടും ഇനി അടുത്ത ആഴ്ചയിൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു ഡാറ്റ. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽസ് ഒന്ന് നോക്കാം. കഴിഞ്ഞ നമുക്കിപ്പോൾ ഈ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സ്വിങ്ങുകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു 23 മാർച്ചിന് നിഫ്റ്റി ഒരു 9,951.9 എന്നുള്ള ഒരു ലോ സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ആ ലെവലാണ് 9,951.9 ആണ് ഇപ്പോഴും നമ്മുടെ 52 വീക്ക് ലോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ കറക്ഷനിൽ 10,004 വരെ വന്നതിന് ശേഷം മാർക്കറ്റ് റീബൗണ്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ 52 വീക്ക് ലോ ഇപ്പോഴും 9,951.9 ആണ്. അവിടെ നിന്നും ആ മൂവ്മെൻ്റ് ആണ് അടുത്ത 52 വീക്ക് ഹൈ ആയിട്ട് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന 11,760.2ലേക്കുള്ള മൂവ്മെൻ്റ് ആണ്, സ്വിങ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. അതാണ് 28 ഓഗസ്റ്റിനാണ് നിഫ്റ്റി ആ ലെവലിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാം വീണ്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് 10,004 എന്നുള്ള ലെവലിലേക്ക് 26 ഒക്ടോബറിന് മൂവ് ചെയ്ത് താഴെ വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഈ 10,004 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മന്ത്ലി ലോ ആയിട്ട് നമുക്ക് കാണാവുന്നത്, ഒക്ടോബർ മാസത്തിലെ മന്ത്ലി ലോ. അതിനുശേഷം നിഫ്റ്റി അവിടെ നിന്നും മൂവ് ചെയ്തിട്ട് 10,710 എന്നൊരു ലെവലിലേക്ക് മൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ 10,710 ആണ് ഇപ്പോഴത്തെ ഒരു മന്ത്ലി ഹൈ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഈ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ഈ അപ്വേർഡ് ഡയറക്ഷൻ്റെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടൊരു പ്രധാന ലെവലായിട്ട് നിൽക്കുക കഴിഞ്ഞ ഹൈ ആയിട്ടുള്ള 10,710 എന്നുള്ളത് ആ ലെവൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് 16th ഒക്ടോബറിനാണ്. അപ്പോൾ ഓൾമോസ്റ്റ് വീണ്ടും നമ്മളിപ്പോൾ അടുത്ത ട്രേഡിംഗ് വരുമ്പോൾ നമ്മൾ 16th ഒക്ടോബറിന് ടെസ്റ്റ് ചെയ്ത 10,710 ലെവലിലേക്ക് വീണ്ടും നമ്മൾ ഈ നെക്സ്റ്റ് വീക്കിൽ നവംബർ 16th ഒരു പക്ഷേ ആ ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരുന്നത്. അതായത് കഴിഞ്ഞ മന്ത്ലി ഹൈ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി ആ ലെവലിലായിരിക്കും. ആ ലെവലിൽ നിന്നും വരുന്ന മാർക്കറ്റിലെ അടുത്ത ന്യൂസുകളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ മുകളിലേക്കുള്ള ട്രേഡിംഗ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ചാർട്ടിൽ നിന്ന് നമ്മൾ 52 വീക്ക് ലോ കാണുന്നത് 9,951 ആണ്, 52 വീക്ക് ഹൈ കാണുന്നത് 11,760 ആണ്. അതൊരു അവിടെ നിന്നുള്ളൊരു മാർച്ച് 23 മുതൽ 28 ഓഗസ്റ്റ് വരെയുള്ളൊരു റാലി ആയിരുന്നു മൂവ്മെൻറ്റ്. അതിനുശേഷം അവിടെ നിന്നും 28 ഓഗസ്റ്റ് മുതൽ ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം തുടങ്ങിയ കറക്ഷൻ കണ്ടിന്യൂ ചെയ്ത് 10,004 എന്നുള്ള ലെവലിലേക്ക് വരുന്നത്
26th ഒക്ടോബറിലാണ്. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ഓൾമോസ്റ്റ് 2 months നമ്മൾ ആ ലോ സെറ്റ് ചെയ്തു. അതായത് ഓൾമോസ്റ്റ് 11,760 നിന്നും, അതായത് 1,760 പോയിൻറ്റ്സിൻ്റെ ഷാർപ്പായിട്ടുള്ളൊരു കട്ടാണ് അത്, അല്ലേ. അപ്പോൾ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഒരിക്കൽ റീബൗണ്ട് ചെയ്ത മാർക്കറ്റ് 10,710 നിന്നും വീണ്ടും കണ്ടിന്യൂഷനാണ് അത് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കാണേണ്ടത് പ്രധാനമായിട്ടും 10,710 ഹൈ കട്ട് ചെയ്ത് മുകളിലേക്ക് കയറാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും റുപ്പിയുടെ സ്ട്രെങ്ത്തും അതുപോലെയുള്ള നല്ല ക്വാർട്ടർലി റിസൾട്ട്സും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഈ റീബൗണ്ടിന് കുറേ കൂടി സ്ട്രെങ്ത്തോടു കൂടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കിനി നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രധാന ചാർട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ കഴിഞ്ഞ ഒരു 2 weeksൻ്റെയും വീക്കിലി വ്യൂവിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ആ 10,100 ലെവലിലുള്ള ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് ഫസ്റ്റ് റീബൗണ്ട് 10,378 അവിടെ നിന്ന് 10,642 ഉള്ളൊരു റീബൗണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ, ഇപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ 10,619 എന്നൊരു ഹൈ ആണ് മാർക്കറ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് എക്സാക്ട്ലി നമ്മുടെ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്കിന് നമ്മുടെ ഔട്ട്ലുക്കിന് വളരെ ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു വ്യൂവിനെ കൃത്യമായി ഫോളോ ചെയ്താണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്, അല്ലേ. അപ്പോൾ നമുക്ക് ഇനി 2 ആഴ്ചയിലും കഴിഞ്ഞ 2 ആഴ്ചയിലും നിഫ്റ്റി 10,500 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീണ്ടും മാർക്കറ്റ് 10,500 10,800 എന്നുള്ള ഒരു ട്രേഡിംഗ് റേഞ്ചിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് നമുക്ക് അറിയാം, മെയ് ജൂൺ മാസത്തിൽ ഉണ്ടായിരുന്ന ഒരു ട്രേഡിംഗ് റേഞ്ചാണ്. ആ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ വീണ്ടും മാർക്കറ്റ് കുറച്ച് സമയത്തേക്ക് ഒന്ന് സ്റ്റക്കായി ട്രേഡ് ചെയ്യാനുള്ളൊരു സാധ്യത നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതേസമയം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത് 10,642 ആ ലെവലിന് മുകളിൽ കഴിഞ്ഞ ഈ മന്ത്ലി ഹൈ ആയിട്ടുള്ള 10,710 10,642 ലെവലിൽ നിന്നും ഒരു ചെറിയൊരു പുൾ ബാക്ക് ഒക്കെ ഉണ്ടാകാം. പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് നമുക്ക് കൃത്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു 10,850 ഒരു മുന്നേറ്റം തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് സോഫ്റ്റൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് 10,850 ടെസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. അതേസമയം ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയും നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വേറെ റിസർവ് ബാങ്കിൻ്റെ മീറ്റിംഗ് 19th അതുപോലെയുള്ള ഒരു RBIയും ഫിനാൻസ് മിനിസ്ട്രിയും തമ്മിലുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്നും കാര്യമായിട്ടുള്ള രീതിയിലേക്ക് ഒരു വഷളാവുന്ന രീതിയിലേക്ക് ഒന്നും പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ നാഷണൽ ഇൻട്രസ്റ്റിൽ അവരെല്ലാം അതിനൊരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വ്യൂ ഞാൻ പ്രതീക്ഷിക്കുന്നത് 11,069 എന്നുള്ളൊരു ലെവലിലേക്ക് മാർക്കറ്റ് വരും ദിവസങ്ങളിൽ മുന്നേറുമെന്ന് തന്നെയാണ്. അതേസമയം മാർക്കറ്റിൻ്റെ കറക്ഷൻസിൽ നിഫ്റ്റിക്ക് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലഭിക്കുക 10,378 അടുത്ത ആഴ്ചയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 10,378 ലോവർ ലെവലിൽ. അതേസമയം അപ്പർ ലെവലിൽ 11,069 അതായത് 10,378 11,069 ഇടയിലുള്ളൊരു വൈഡ് റേഞ്ചിലൊരു ട്രേഡിംഗ് എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. കാരണം 10,500 10,710 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മാർക്കറ്റ് അതോടൊപ്പം തന്നെ ഗ്ലോബലായിട്ടുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് എഫക്റ്റ് വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും 10,400 ലെവലിലേക്ക് ഉള്ളൊരു കറക്ഷൻ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. പക്ഷേ മാർക്കറ്റിന് ഒരു ബുള്ളിഷ് ബയാസ് ആണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ക്ലോസിംഗ് വന്നിട്ടുള്ളത് 10,585
പ്രീവിയസ് ഫ്രൈഡേയിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് 32 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാലും കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അവരുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ ഒരു റേഞ്ച് ബൗണ്ടായിട്ടുള്ള ഓസിലേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് അവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്ത വീക്കിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടിസിപ്പേഷനും കൂടെ വരുമ്പോൾ മാർക്കറ്റിന് ഹൈ ലെവൽസിലേക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തായി നമുക്ക് വൊളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ പൊസിഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 17.76 അത് പ്രീവിയസ് വീക്കിൽ 18.23 താഴെ ആണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വിക്സ് 20 താഴെ വന്നു, ഇപ്പോൾ 18 താഴെ വന്നിരിക്കുകയാണ്. എന്തായാലും വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 16 താഴെ പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഈ ഒരു റീബൗണ്ടോട് കൂടി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഒരു 11,000 ലെവലിലേക്കുള്ള ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം നമുക്ക് മറ്റുള്ള ഗ്ലോബലായിട്ടുള്ള ഇവൻറ്റ്സ് ഒന്നും നെഗറ്റീവായിട്ടില്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും അതുപോലെ ഈ റുപ്പി സ്ട്രെങ്ത് എടുത്ത് വരുന്നതും എല്ലാം കൂടെ ചേർത്ത് വാങ്ങിക്കുമ്പോൾ മാർക്കറ്റ് നിഫ്റ്റി വീണ്ടും 11,000 ടെസ്റ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റ്സ് നെഗറ്റീവായാണ് ക്ലോസ് ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് അടുത്ത വീക്കിലൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനെ കുറിച്ച് ഒന്ന് ഹിൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സ് അതിനോടുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലൊന്ന് നെഗറ്റീവായാണ് ട്രേഡ് ചെയ്തിരുന്നത്. എന്തായാലും നമ്മുടെ മാർക്കറ്റ് അടുത്ത ആഴ്ചയിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ CPI ഇൻഫ്ലേഷൻ ഡാറ്റ ആയിരിക്കും. ആ ഒരു ഡാറ്റ വരുന്നതിനനുസരിച്ചുള്ള റിയാക്ഷനാണ് നമുക്ക് മാർക്കറ്റിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും നമ്മുടെ മാർക്കറ്റിൽ എല്ലാ പ്രധാനപ്പെട്ട ക്വാർട്ടർ റിസൾട്ട്സുകൾ Q2 റിസൾട്ട്സുകളൊക്കെ വന്നു കഴിഞ്ഞു. നമ്മൾ കണ്ടു കുറേയധികം നല്ല റിസൾട്ട്സാണ് വന്നിട്ടുള്ളത്. എങ്കിലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നല്ല സ്റ്റോക്കുകളിൽ എല്ലാം കാര്യമായിട്ടുള്ളൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമ്മൾ വരുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളും നമ്മുടെ പോർട്ട്ഫോളിയോ എല്ലാം കുറേയധികം റിക്കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റിൻ്റെ ആ റിക്കവറി പാർട്ട് കണ്ടിന്യൂ ചെയ്യും. എന്തായാലും സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് കുറച്ച് നെഗറ്റീവ് ന്യൂസുകൾ ഉണ്ടായിരുന്നത് തന്നെയാണ്. കഴിഞ്ഞ മാസം ഒക്ടോബർ മാസത്തിൽ നോക്കിയാൽ നമുക്ക് എല്ലാ ന്യൂസുകളും നെഗറ്റീവ് ആയിരുന്നതല്ലേ. അപ്പോൾ ഈ മാസത്തിലേക്ക് കടക്കുമ്പോൾ നവംബർ മാസത്തിൽ ദിവാലിയോടുകൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാർക്കറ്റിൻ്റെ റിക്കവറിയും കുറേയധികം സ്റ്റോക്കുകളിലെ റിക്കവറിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രൂഡിൻ്റെ പ്രൈസ് തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു ത്രെട്ടായിട്ട് നിലനിന്നിരുന്നത്. അത് ഈ ഇറാൻ്റെ മേലുള്ള US-ൻ്റെ ഈ സാങ്ഷൻ കഴിഞ്ഞ ആഴ്ചയിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ക്രൂഡിൻ്റെ ഒരു ഡിമാൻഡ് സപ്ലൈ ഈക്വേഷൻസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ സൗദിയും US-ഉം അതുപോലെ മറ്റ് കൺട്രീസിൽ നിന്നും വരുന്നതിൻ്റെ ഫലമായിട്ട് ആ സപ്ലൈ വന്നിട്ടുള്ള ഒരു കുറവ് നികത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ഒരു ക്രൂഡ് ഒരു കറക്ഷൻ്റെ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിന് വളരെ പോസിറ്റീവായിരിക്കും. നമ്മുടെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്ന പോലെ നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷണലായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമുക്ക് മാർക്കറ്റിന് ഇതുപോലെയുള്ള ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉള്ളപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡയറക്ഷൻ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ആകാം. പക്ഷേ മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഈ നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷണലായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ സെൽ ചെയ്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ്. അപ്പോൾ ബേസിക്കലി ഞങ്ങൾ അത് മാത്രം ചെയ്യുന്ന കുറേയധികം ക്ലയൻസ് ചെയ്യുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ അതാകുമ്പോൾ ആ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ അത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നോർമലി നമ്മൾ ആ ഒരു റെക്കമെൻഡേഷൻസ് കൊടുത്ത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലൊക്കെ ടാർഗറ്റ് മീറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ ട്രെൻഡ് ഉള്ളപ്പോഴാണ് ഞങ്ങളത് കൊടുക്കാറുള്ളത്. നമുക്ക് നോർമലി ഒരു നിഫ്റ്റിയുടെ ഒരു 100 അല്ലെങ്കിൽ ഒരു 200 പോയിന്റ്സ് മൂവ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ മാർക്കറ്റിലുള്ളപ്പോഴാണ് ഞങ്ങളത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ട്രേഡ്സ് കുറവ് ട്രേഡ് ചെയ്യുകയും അതേസമയം
ഏറ്റവും കൂടുതൽ ആക്യുറസിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അത്. അപ്പോൾ ഒരു നിഫ്റ്റി പലപ്പോഴും ഒരു ട്രേഡിംഗ് റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പൊസിഷണൽ ട്രേഡ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് വളരെ ശാന്തമായിട്ട് മാർക്കറ്റിൽ നിന്ന് പുറത്തിരിക്കുകയും അതേസമയം കൃത്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു 200-300 പോയിന്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റിനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നതാണ് ഈ നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 29th ഒക്ടോബറിന് ഞങ്ങൾ ട്രേഡ് ചെയ്ത ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും നിഫ്റ്റിയുടെ 10,280 നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഞങ്ങൾ എൻട്രി എടുത്തത്. 29th ഒക്ടോബറിനാണ് ആ പൊസിഷൻ എടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും 2nd നവംബറിന് മാർക്കറ്റിൻ്റെ ഈ റാലിയിൽ നമ്മുടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അല്ലേ. മാർക്കറ്റിൻ്റെ 10,250 മുകളിലാണെങ്കിൽ 10,600 വരെയുള്ള ഒരു റാലി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ആ പൊസിഷൻ എടുക്കുകയും 10,480 നമ്മളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തപ്പോൾ നമുക്ക് 200 പോയിന്റ്സിൻ്റെ പ്രോഫിറ്റ് വളരെ ഈസി ആയിട്ട് നമുക്കതിൽ എടുക്കാൻ സാധിച്ചു എന്ന് ആ ഒരു ട്രേഡ് അത് ആ ഒരു പോയിന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ലോട്ട് ഇപ്പം നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ ഒരു ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75 ആണ്. ആ ക്വാണ്ടിറ്റി ഒരു ലോട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കൊരു 15,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ഒരു ട്രേഡായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ചെയ്ത 4 ട്രേഡ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ 29th ചെയ്ത ട്രേഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ. അതുപോലെ 16th ഞങ്ങൾ നിഫ്റ്റി ഫ്യൂച്ചർ ബൈ ചെയ്തിരുന്നത് 10,575 നമ്മളത് ഫസ്റ്റ് ടാർഗറ്റിന് 10,675 100 പോയിന്റ്സിൻ്റെ പ്രോഫിറ്റ് 17th ബുക്ക് ചെയ്തു. അതായത് 16th പൊസിഷൻ എൻട്രി ചെയ്തു, 17th തന്നെ 100 പോയിന്റ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തു. അതുപോലെ 11th ഒക്ടോബറിന് നിഫ്റ്റി ഫ്യൂച്ചർ ബൈ ചെയ്തിരുന്നത് 10,280 ആ പൊസിഷൻ നമ്മൾ 10,345 നമ്മൾ നെക്സ്റ്റ് അതേ ദിവസം തന്നെ ആ സെയിം ഡേയിൽ തന്നെ 10,345 65 പോയിന്റ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ നമ്മൾ ലഭിച്ചപ്പോൾ നമ്മളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യായിരുന്നു. അന്ന് മാർക്കറ്റിൽ കുറച്ചുകൂടെ വൊളാറ്റിലിറ്റി കൂടുതൽ, നമ്മളന്ന് ഇൻട്രാഡേയിൽ തന്നെ കുറച്ച് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ഒക്കെ വന്ന് ഫ്ലക്ച്വേഷൻ കാരണം നമ്മൾ അന്ന് ഇൻട്രാഡേയിൽ തന്നെ 65 പോയിന്റ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുറത്തു പോവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ 5th ഒക്ടോബറിന് നിഫ്റ്റി ഫ്യൂച്ചറിന് സെല്ലായിരുന്നു. നമ്മൾ 10,330 സെല്ല് ചെയ്ത് നമ്മൾ ആ പൊസിഷൻ 10,250 8th നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതായത് 5th ഷോർട്ട് സെല്ല് ചെയ്തു, അതിനുശേഷം 8th പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 115 പോയിന്റ്സിൻ്റെ പ്രോഫിറ്റാണ് നമ്മളവിടെ ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് കാണാം ഈ മന്തിൽ നിഫ്റ്റി സ്വിംഗ് പൊസിഷണൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡിലൂടെ ചെയ്തതിന് നമുക്ക് 480 പോയിന്റ്സിൻ്റെ നിഫ്റ്റിയുടെ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു. പക്ഷേ നമ്മൾ 4 ട്രേഡ് ചെയ്തിട്ടുള്ളൂ. ഒറ്റ നമ്മുടെ ട്രേഡ് പോലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. കാരണം വളരെ കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്തിട്ടുള്ളൂ. ഒരേ ഒരു സിറ്റുവേഷൻ മാത്രമാണ് 11th മാത്രമാണ് നമുക്ക് ആ ഒരു ഫ്ലക്ച്വേഷൻ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയപ്പോൾ നമ്മളൊരു 65 പോയിന്റ്സിൽ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു 480 പോയിന്റ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ 75 ആണ് ലോട്ടെന്ന് നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ മന്തിൽ ട്രിപ്പിൾ സ്വിംഗ് പൊസിഷണലായിട്ടുള്ള ഈ നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷണൽ ട്രേഡിലൂടെ നമുക്ക് ഒരു സിംഗിൾ ലോട്ട് ചെയ്ത ആൾക്ക് പോലും 36,000 പ്രോഫിറ്റ് നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു 3 ലോട്ട്സോളം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1 lakhലധികം പ്രോഫിറ്റ് വളരെ കംഫർട്ടബിളായിട്ട് ഈ നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷനിലൂടെ ജസ്റ്റ് 4 ട്രേഡിൽ നിന്നും പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ഒരു പാക്കേജാണ് അത് നമ്മുടെ നിഫ്റ്റി സ്വിംഗ് പൊസിഷണൽ എന്ന് പറയുന്നത്. അതിൽ കുറേയധികം പേര് ട്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് സ്പെസിഫിക് ആയിട്ടും അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാതെ പൊസിഷണലായിട്ടാണ്. അപ്പോൾ അതിന് കൂടുതൽ മാർജിനൊക്കെ ആവശ്യം വരും നമുക്ക്. അതുപോലെ തന്നെ പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന മാർക്ക് ടു മാർക്കറ്റ് ഡിഫറൻസ് ഒക്കെ നമുക്കത് പേ ചെയ്ത് നിൽക്കാൻ കപ്പാസിറ്റിയുള്ള കുറച്ച് ഫണ്ട് കൂടുതലുള്ള ക്ലയൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പൊസിഷൻ
പൊസിഷനിലാണ്. പക്ഷേ ഇത് വളരെ കംഫർട്ടബിളായിട്ട് കൂടുതൽ ഫ്രീക്വൻറ്റ് ട്രേഡിങ്ങിന് അല്ലാതെ നമുക്ക് പക്ഷേ കുറച്ച് വളരെ സേഫായിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് പോകുന്നൊരു മെത്തേഡാണ് ഈ നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷനിൽ. അതിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ട്രേഡ്സ് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് എടുത്ത് പോകണം എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ദീപാവലിയുടെ റെക്കമെൻഡേഷൻസ് എല്ലാം കുറേയധികം ലഭിച്ചിട്ടുണ്ടാവും അല്ലേ ബ്രോക്കിംഗ് ഹൗസുകളിൽ നിന്നും. നമുക്ക് എല്ലാ മീഡിയയിലും ദീപാവലി പിക്സിൻ്റെ ഒരു എന്താ പറയുക ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലേ. പക്ഷേ നമുക്കറിയാം പലർക്കും പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് കയ്യിലില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പലരുടെയും പ്രശ്നം. കാരണം മാർക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള ഒരു കറക്ഷൻ ഫേസ് നമുക്ക് പലർക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റോക്സ് വാങ്ങാനും അതുപോലെ തന്നെ അത് വിറ്റ് പ്രോഫിറ്റ് നേടാനും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷേ മാർക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള ഡൗൺ ട്രെൻഡ്സ് വരുമ്പോൾ മനസ്സ് മടുക്കാതെ മാനസികമായിട്ട് തകരാതെ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ആവണമെങ്കിൽ ഒരു പക്ഷേ ഞാൻ മകൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന പലരും പറയുന്നത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിരുന്നതാണ്. അതിനുശേഷം കുറേ ലോസുകൾ വന്നതിന് ശേഷം ഞാൻ മാർക്കറ്റിൽ നിന്ന് എല്ലാം നിർത്തി പുറകെ പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 3 years അല്ലെങ്കിൽ 5 yearsൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം വീണ്ടും എൻട്രി ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ വരികയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ പലരും ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളവർ തന്നെയാണല്ലേ. ഇപ്പോൾ നമ്മുടെ അവിടെ സക്സസ് ആയിട്ടുള്ള ആരെ നോക്കിയാലും നമ്മുടെ സ്വന്തം അനുഭവം നോക്കിയാലും നമുക്കറിയാം അവിടെ നമ്മൾ ഇനീഷ്യലി തുടങ്ങിയപ്പോൾ നമ്മളൊരു സക്സസ് ആയിരുന്നു. എല്ലാവരും കുറേയധികം പ്രശ്നങ്ങൾ നേരിട്ടുണ്ടായിരിക്കും, പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കും, പല പ്രാവശ്യം നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളവിടെ എവിടെയെങ്കിലും നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫർട്ടിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മളവിടെ നമ്മൾ വിജയിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ നോളജ് ആ ഒരു എക്സ്പീരിയൻസ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കും എപ്പോഴും അപ്ലിക്കബിളാണ്. നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ആവേശത്തോടുകൂടി ഓടി വരുന്ന എല്ലാവരും മറക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ മുകളിലേക്കുള്ള ഒരു ട്രെൻഡും അതുപോലെ തന്നെ താഴേക്കുള്ള ഒരു ട്രെൻഡും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതേസമയം നമുക്ക് തോന്നുന്ന ഒരു ആവേശത്തിൻ്റെ ഒരു പീരീഡ് ഉണ്ട്. ആവേശം കൊള്ളുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ ആവേശത്തിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ നമ്മുടെ എന്താ പറയുക ഒരു ആമയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, കൈയും കാലെല്ലാം ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു അപകടം വരുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത് പോലെ നമ്മൾക്ക് മാർക്കറ്റിൽ ഇതുപോലെയുള്ള ഷാർപ്പായിട്ടുള്ള സെൽ ഓഫുകൾ ഗ്ലോബൽ ഇവൻറ്റ്സ് പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം പേഷ്യൻസോടുകൂടി പാനിക് ആവാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ കൂടുതൽ നല്ല സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോൾ പലപ്പോഴും പുതിയതായിട്ട് വന്ന ക്ലയൻസ് കൺഫ്യൂസ്ഡ് ആവുന്നത് ഞാൻ വാങ്ങിയത് ഒരു ഹയർ പ്രൈസിലായി, അതൊരു ആക്ഷൻ തെറ്റായി പോയി എന്നുള്ള ഒരു കുറ്റബോധം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അല്ലേ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും അങ്ങനെ കുറ്റബോധം അങ്ങനെ തെറ്റ് പറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു കുറ്റബോധത്തിന് യാതൊരു സ്ഥാനമല്ലേ. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്നതാണ് വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ രാകേഷ് ചുഞ്ചുംവാല ആയാലും അതുപോലെ ഗ്ലോബലായിട്ടുള്ള വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫെറ്റ് ആണെങ്കിലും അവരൊക്കെയും വാങ്ങുന്ന സ്റ്റോക്കുകൾ അവർ വാങ്ങിയ പ്രൈസിന് താഴെയൊക്കെ പോകുന്നുണ്ട് പലപ്പോഴും. പക്ഷേ അവിടെയും അവർ ചെയ്യുന്നത് താഴെ ലെവലിൽ വരുമ്പോൾ നമ്പർ ഓഫ് സ്റ്റോക്സ് കൂട്ടാനായിട്ടുള്ള ശ്രമം. അപ്പോൾ ആ താഴെ വരുമ്പോൾ മുകളിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് ഫോർ എക്സാമ്പിൾ ഒരു 300 rupees മേടിച്ച സ്റ്റോക്ക് 400 വരെ പോയേക്കാം. അതിനുശേഷം തിരിച്ച് വീണ്ടും 250 അല്ലെങ്കിൽ 200 കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റോക്കിന് ഒരു 1000 അല്ലെങ്കിൽ ഒരു 5000 ക്വാണ്ടിറ്റിയിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ
ക്വാണ്ടിറ്റികൾ താഴെ ലെവലിൽ വാങ്ങാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്പർ ഓഫ് സ്റ്റോക്സ്, ഇപ്പോൾ ഞാനൊരു സ്റ്റോക്ക് ഒരു 5000 ക്വാണ്ടിറ്റി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ലെവലിൽ വരുമ്പോൾ വീണ്ടും വീണ്ടും വാങ്ങാനുള്ള അവസരങ്ങളെ ഉപയോഗിക്കുകയും അതിൻ്റെ ആ സ്റ്റോക്ക് വീണ്ടും 400ലേക്ക് 500ലേക്ക് പോകുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുകയാണ് വേണ്ടത്. അപ്പോൾ ആ നമ്പർ ഓഫ് സ്റ്റോക്സിൻ്റെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റോക്സിലേക്ക് എത്താനുള്ള ഒരു നല്ലൊരു അവസരമായിട്ട് ഇങ്ങനെയുള്ള കറക്ഷൻസിന് ഉപയോഗിക്കാനായിട്ട് ആ ഒരു ട്രെയിനിങ് നമുക്ക് സ്വയം നമുക്ക് നമ്മുടെ മുമ്പ് ചെയ്ത ട്രേഡുകളിൽ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് പകരം ഇപ്പോൾ കൂടുതൽ അവസരമാണ്. ആ ട്രേഡുകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞു, അത് ആ ട്രേഡ് അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും താഴെ വരുമ്പോൾ വീണ്ടും നമ്പർ ഓഫ് സ്റ്റോക്സ് കൂടുമ്പോൾ പല ലെവലിലായിട്ട് നമ്മൾ ആ നമ്പർ ഓഫ് സ്റ്റോക്സ് കൂടുമ്പോൾ അടുത്ത ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് അടുത്ത ചിലപ്പോൾ ഒരു 2 monthsന് ശേഷമാവും, അല്ലെങ്കിൽ 3 monthsന് ശേഷമാവും, പക്ഷേ അല്ലെങ്കിൽ ഒരു 1 yearന് ശേഷമാവും. പക്ഷെ നമുക്കത് പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ബൈക്കുന്നത്? അപ്പോൾ നമ്മുടെ ആ ഒരു നല്ലൊരു സ്റ്റോക്കാണോ എന്നുള്ളത് മാത്രമാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് താഴെ ലെവലിൽ വരുമ്പോൾ നമുക്ക് ലാഭത്തിൽ കിട്ടുന്നു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ആ സ്റ്റോക്കിനെ വീണ്ടും വീണ്ടും വാങ്ങാനുള്ളൊരു ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അടുത്ത അപ്വേർഡ് മൂവ്മെൻറ്റിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. ഞാനതിന് ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ചില സ്റ്റോക്കുകൾ നമ്മൾ ഹയർ ലെവൽസിൽ വാങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ താഴെ ലെവലിൽ വാങ്ങുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഈ റോയൽ എൻഫീൽഡ് അതിൻ്റെ ബുള്ളറ്റ്സ് എന്നുള്ള ബ്രാൻഡ്, അതിൻ്റെ ബൈക്കുകളെ പറ്റി നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ ബൈക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് ഏഷ്യ മോട്ടോഴ്സ് എന്നുള്ളത് അല്ലേ. ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്റ്റോക്കായിരിക്കാം, കാരണം ട്രേഡിങ്ങിൽ കാര്യമായിട്ടുള്ള ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു സ്റ്റോക്കാണ്. കാരണം ഈ സ്റ്റോക്ക് എപ്പോഴും 25,000 30,000 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് കേട്ടോ. അപ്പോഴൊരു നമുക്കൊരു 5 സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഒരു റോയൽ എൻഫീൽഡ് ബൈക്കിൻ്റെ പ്രൈസിന് തുല്യമായിട്ടുള്ള ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് അത് വാങ്ങാനായിട്ട് പലർക്കും എഫോർഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെയും ഒരു നമ്മുടെ ബേസിക് സൈക്കോളജി റിട്ടയർ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം 10 രൂപയുടെ അല്ലെങ്കിൽ 20 റുപ്പീസിൻ്റെ അല്ലെങ്കിൽ ഒരു ഈവൻ 300-400 റുപ്പീസിൻ്റെ തന്നെ സ്റ്റോക്ക് വാങ്ങാൻ വല്ലാത്ത നമുക്ക് വിഷമാണ്. കാരണം നമ്പർ ഓഫ് സ്റ്റോക്സ് കുറയും എന്നുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ ഒരു മൈൻഡ് ബ്ലോക്ക് എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഈ സ്റ്റോക്ക് ഞാൻ കുറേ സമയം കുറേ കാലം തൊട്ട് ഞാൻ പലപ്പോഴും നമ്മളൊരു 10 5 ഒക്കെ സ്റ്റോക്കുകൾ കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ ശ്രമിക്കാറുള്ളതാണ് ഞാൻ ഈ സ്റ്റോക്കിന്. അപ്പോൾ പല ലെവൽസിലാണ് നമ്മളിത് വാങ്ങുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് സമയം മുമ്പത്തെ സെപ്റ്റംബറിൽ ഞാനിത് വാങ്ങാനായിട്ട് ഒരു 3 lakhs വരെ ഞാനത് വാങ്ങാനായിട്ട് നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ആ ചാർട്ടിൽ കാണാൻ സാധിക്കും, ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് അന്ന് 33,400 ലെവലിലായിരുന്നു സെപ്റ്റംബറിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 3 lakhs വാങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു 8-9 സ്റ്റോക്ക് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ആ സ്റ്റോക്കിൻ്റെ നമുക്ക് വാങ്ങുമ്പോൾ അത്രയും സ്റ്റോക്കുകളെ ലഭിക്കുകയുള്ളൂ. പക്ഷേ ആ സെയിം സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഈ ഫ്രൈഡേയിൽ ഞാൻ വാങ്ങുമ്പോൾ അതിൻ്റെ ഞാൻ വാങ്ങിയത് 22,520 ലെവലിലൊക്കെയാണ്. അപ്പോൾ എനിക്ക് 13 സ്റ്റോക്സോളം വാങ്ങാൻ സാധിച്ചു ആ സെയിം ഫണ്ട് കൊണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 സ്റ്റോക്ക് ആക്ച്വലി ഫ്രീ ലഭിച്ച ഒരു പോലെയാണ് നമ്മൾ ആ സ്റ്റോക്കിൻ്റെ ഡിപ്പിൽ വാങ്ങിയപ്പോൾ അല്ലേ. പക്ഷേ നമ്മൾ അതിന് മുമ്പ് 30,000 ലെവലിന് വാങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് 10,000 ലെവലിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസിൽ നമ്മൾ ഒരു SIP പോലെ നമ്മൾ വളരെ 2 സ്റ്റോക്ക് 1 സ്റ്റോക്ക് അല്ലെങ്കിൽ 5 സ്റ്റോക്ക് 10 സ്റ്റോക്കൊക്കെ വാങ്ങിയാലും ഓവർ പീരിയഡ് നമുക്കറിയാം ഈ സ്റ്റോക്കിൻ്റെ നമുക്ക് റോട്ടിൽ ഇറങ്ങിയാൽ എവിടെയും കാണാം ഈ പ്രോഡക്റ്റ് അല്ലേ. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു ബൈക്കായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഇങ്ങനെ ബൈക്കുകൾ പോകുന്നു. അപ്പോൾ നമുക്ക് ആ ഏഷ്യ മോട്ടോറിൻ്റെ സ്റ്റോക്കിനുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ആ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റോക്കിന് നമുക്കൊരു 22,000 അല്ലെങ്കിൽ ഒരു 25,000 അല്ലെങ്കിൽ 30,000 ആണെങ്കിലും വാങ്ങാനായിട്ട് നമുക്ക് മടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ 2 സ്റ്റോക്കോ 3 സ്റ്റോക്കോ ആണെങ്കിലും ഈ 30,000 വാങ്ങുന്ന ആ സ്റ്റോക്കിന് നമ്മൾ 22,500 വാങ്ങാൻ നമുക്ക് ഈ 30,000 വാങ്ങി അത്ര ആവേശം തോന്നണമെന്നില്ല. കാരണം മാർക്കറ്റിൻ്റെ ട്രെൻഡ് കുറച്ച് ബെയറിഷാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ കൂടുതൽ ആവേശത്തോടുകൂടി മേടിക്കാൻ സാധിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ പീരീഡിൽ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് സ്റ്റോക്സ് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഏഷ്യ മോട്ടോഴ്സിൻ്റെ ഈ സ്റ്റോക്ക് ഇങ്ങനെ കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ 2-3 മന്ത്സ് കൂടുമ്പോഴൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതിൽ ഓരോ കറക്ഷനിൽ ഇങ്ങനെ നമ്പർ ഓഫ് സ്റ്റോക്സ് എണ്ണം കൂടി വരുമ്പോൾ ഒരുപക്ഷെ ഈ സ്റ്റോക്ക് അടുത്ത അപ്വേർഡ് മൂവ്മെൻറ്റിൽ 35,000 പോകുമ്പോഴാണ് നമുക്ക് ആ സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ വാല്യൂവിൽ ഡിഫറൻസ് കൃത്യമായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ ഇത്രയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ മാർക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള കറക്ഷൻ പീരീഡിൽ അതിൻ്റെ പ്രൈസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ സ്റ്റോക്കിൻ്റെ നമ്പർ ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ തന്നെ ഒരു ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ടാർഗറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം അതൊരു 5,000 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു 10,000 ക്വാണ്ടിറ്റി ഒരു സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് കറക്ഷൻസിൽ കൂടുതൽ വാങ്ങുക. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ നമുക്ക് ആ പ്രൈസിൽ ആവേശത്തോടുകൂടി ആ പ്രൈസ് മുന്നോട്ട് പോകുമ്പോൾ വാങ്ങുന്നതിനേക്കാളും താഴെ ലെവലിൽ കറക്ഷൻസിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് വളരെ ഹ്യൂജ് ഡിഫറൻസ് ആയിരിക്കും. നമ്മുടെ ആവറേജ് കോസ്റ്റും വളരെ താഴെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ക്രോർപതി പോർട്ട്ഫോളിയോ പോലെയുള്ള അതായത് ഞങ്ങൾ ഒരു 2 lakhs ഈച്ച് ഒരു 10 സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു 1 crore ആകാവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിലൊക്കെ എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് അതാണ്. മാർക്കറ്റിൻ്റെ കറക്ഷൻ പീരീഡ് ആദ്യം നമ്മൾ ആ 10 സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലൊരു ഫസ്റ്റ് ഒരു ബൈ നടത്തിയതിന് ശേഷം അടുത്ത കറക്ഷൻ പീരീഡിൽ വീണ്ടും ആ സ്റ്റോക്സിൻ്റെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ 20 lakhs ഇൻവെസ്റ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 30 lakhs അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ടാർഗറ്റ് ക്വാണ്ടിറ്റി എത്തുമ്പോൾ നമുക്ക് നല്ലൊരു ആവറേജ് പ്രൈസ് നമുക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ആ പോർട്ട്ഫോളിയോ വാല്യൂ ഇൻക്രീസ് ചെയ്ത് നല്ലൊരു നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോർട്ട്ഫോളിയോ മൂവ് ചെയ്യും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൈസ് കറക്ഷൻ ടൈമിൽ നമുക്ക് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളൊരു പോയിൻ്റാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതട്ടെ. അടുത്തായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റിംഗ് നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും ചെയ്യാറുള്ളതാണ്. ഈ ആഴ്ചയിൽ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി വന്നത് ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് നമുക്ക് 25,800 കോൾ ഓപ്ഷൻ 66 ഞങ്ങൾ റൈറ്റ് ചെയ്തത്. അത് ഫുൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. മാർക്കറ്റ് അന്ന് ആഫ്റ്റർനൂണിൽ കറക്റ്റ് ചെയ്തപ്പോൾ നമുക്കതൊരു ഫുൾ പ്രോഫിറ്റും 66 rupees പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ ക്വാർട്ടർ റിസൾട്ട്സ് Q2 റിസൾട്ട്സ് ഓൾമോസ്റ്റ് നല്ല കമ്പനീസിൻ്റെ കുറേ അധികമൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ട്സ് അരവിന്ദോ ഫാർമ, ബ്രിട്ടാനിയ, ഏഷ്യ മോട്ടോഴ്സ്, അപ്പോളോ ടയേഴ്സ്, അശോക് ലൈലൻഡ്, സൺഫാർമ, ടാറ്റ സ്റ്റീൽ, ഫ്യൂച്ചർ റീറ്റെയിൽ, അതുപോലെ NBCC എന്നീ കമ്പനികളാണ്. ഈ സ്റ്റോക്കുകൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ കുറച്ച് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ആഴ്ചയിലൊക്കെ നമുക്ക് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഉള്ള സ്റ്റോക്കുകൾ നോക്കാം. ആ ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഉള്ള സ്റ്റോക്കുകൾ UPL, ഡിവിസ് ലാബ്, മുത്തൂറ്റ് ഫിനാൻസ്, ബാറ്റ ഇന്ത്യ, LNT, മാരിക്കോ, ഏഷ്യൻ പെയിൻറ്റ്സ്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. താങ്ക് യു.